ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഇതെന്ത് ആംഗിൾ, ഇതെന്ത് ഇങ്ങനെ ലൈറ്റ്, ഇത് ചേട്ടൻ ഇരിക്കുകയാണോ നിൽക്കുകയാണോന്ന്. കാരണം എനിക്കിതിൽ തന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നണേ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നായിരുന്നു ഇന്നലെ ഞങ്ങൾ ക്യാമ്പിങ്ങിന് വന്നു. ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ നേരം വെളുത്ത് ഞങ്ങൾ എനിറ്റേക്കാം ഒരു പ്രത്യേക ഒരു കിഡ് സ്ഥലത്തേക്ക് വന്നാണ്. അതായത് കണ്ടഞ്ഞെട്ടണ ഒരു കിഡ്കാച്ചി സ്ഥലം. അപ്പോൾ നമുക്ക് കണ്ടാല ഡാ മക്കളെ എനിക്കടാ, ഇവരൊക്കെ നല്ല ഉറക്ക. ഓ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ? നന്നായി ഉറങ്ങിയ? നമ്മുടെ കഴിഞ്ഞ് ഉറങ്ങി. നമുക്ക് ആ അടിപൊളി സ്ഥലം ഇവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ഇവിടത്തെ കിട്ടിയ സ്ഥലം. വാ വാ അച്യുട്ടാ, എനിക്ക് വാ അച്യുട്ടാ. അച്യുട്ട് നല്ല ഉറക്കാലോ. അച്യുട്ടാ എനിക്ക് വെച്ചോ. അപ്പൊ ഞങ്ങള് പുറത്തേക്ക് പോയിട്ട് കാണിച്ചു തരാട്ടാ. അടിപൊളി സ്ഥലം ഇവിടെ. മക്കളെ എല്ലാരും പറ്റിച്ചതിന് സോറി ട്ടാ. ഇന്ന് 2 പ്രാവശ്യം പറ്റിക്കുന്നു. ഒന്നാമത്തെ തമ്മില് അത് അത്ര പറ്റിക്കലല്ല. ഞങ്ങൾ എഴുതിയത് ഓസ്ട്രേലിയയിലെ അനക്കോണ്ടെന്നാണ്. പക്ഷെ തമ്മില് അനക്കോണ്ട എന്ന് പറയുമ്പോ നമുക്കൊക്കെ ഓർമ്മ വരെ ചെറുപ്പത്തിലെ അനക്കോണ്ട സിനിമയൊക്കെ ആയിരിക്കും ഓർമ്മ വന്നിട്ടുണ്ടാവുക. അതല്ല, ഈ ഷോപ്പിന്റെ പേര് അനക്കോണ്ടെന്നാണ്. ഓസ്ട്രേലിയയിലുള്ള ഒരു ഷോപ്പാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആരും പറ്റില്ല. അപ്പൊ ഇനി രണ്ടാമത്തെ മാത്രമേ പറ്റിക്കലുള്ളൂ. അപ്പൊ അതിന് ഞങ്ങൾ സോറി പറയണം. ഞങ്ങൾ ചുമ്മാ ഡ്രാമ കളിക്കുന്നത്, എന്തെങ്കിലും രസം വേണ്ടേ? പക്ഷെ എന്തൊക്കെയാണെങ്കിലും സോറി. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അനക്കോണ്ട എന്ന് പറയുന്ന ഷോപ്പില് ക്യാമ്പിംഗ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടപ്പോ മനസ്സിലായിട്ടോ. അപ്പൊ നമ്മൾ 2 ദിവസം കഴിയുമ്പോ ക്യാമ്പിങ്ങിന് പോവാണ്. അപ്പൊ നമ്മള് കുറെ നാളായി പോയി തുടങ്ങിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 വർഷമായില്ല പോയി തുടങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ കുറെ അപ്പൊ ഞങ്ങളുടെ ബെഡ് ഉണ്ട്, ചെയർ ഉണ്ട്, മറ്റേ ടെന്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുറച്ച് സാധനങ്ങൾ കേടായി. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിള്ളേരൊക്കെ വലുതായപ്പോ കുറച്ചുകൂടി സാധനങ്ങൾ മേടിക്കണം. മെയിൻലി നമുക്ക് മേടിക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ ഒരു മിനി കിച്ചൺ മേടിക്കണം. കാരണം 2-3 ദിവസം നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കണ്ടേ ഭക്ഷണമൊക്കെ. അപ്പൊ ഒരു കുഞ്ഞു കിച്ചൺ നമ്മുടെ കൂടെ കൊണ്ടുപോകണം. പിന്നെ പിള്ളേരൊക്കെ വലുതവരുടെ ഇടയ്ക്കിടയ്ക്ക് വിശക്കൂർക്ക് ഭക്ഷണം കൊടുക്കണല്ലോ. ആദ്യത്തെ മാതിരില്ല, ആദ്യത്തെ പോലെയല്ലല്ലോ. ഇതിന്റെ ഇടയിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. പിന്നെ ഞങ്ങളുടെ ബെഡ് കേടായി. നമ്മള് മറ്റേ എയർ മാട്രസ് ആണല്ലോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് എയർ അടിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേ ഒരു പകുതി ആകുമ്പോഴേക്കും എയറൊക്കെ ഇങ്ങനെ ചുങ്ങി പോയിട്ട് പിന്നെ നമ്മള് ഫ്ലോറിലായിരിക്കും എടുക്കണ്ട. അപ്പൊ അത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോകുന്നോട്ടെ ഷോപ്പിങ്ങിന്. അപ്പൊ ഇതിനാവശ്യമാണ്. അപ്പൊ പോർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്, ലൈറ്റ് വെയിറ്റ് ഉള്ള സാധനങ്ങൾ. നമുക്ക് കഴിഞ്ഞാൽ മടക്കി ഒതുക്കി വെക്കാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇപ്പൊ കിച്ചൺ ആണെങ്കിലും എല്ലാനാണെങ്കിലും അല്ലെ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ. അപ്പൊ നമ്മൾ ഈ കാണിക്കാൻ പറഞ്ഞ ഷോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു ഫുള്ള് ക്യാമ്പിങ്ങിന് പറ്റിയ ഐറ്റംസുകളാണ്. ഫുള്ള് ഇങ്ങനെ പോർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ ടെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡിസ്പ്ലേ ടെന്റിന്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പൊ നേരത്തെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എനിക്ക് വരുന്ന പോലെ കാണിച്ചത്. അപ്പൊ ഇതിന്റെ ചുറ്റൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ആദ്യം ടെന്റ് കാണിച്ചു തുടങ്ങാം. എന്നിട്ട് നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഈ കടയിലുണ്ടല്ലോ, അത് എന്തൊക്കെയാണെന്നും നമ്മൾ എന്തൊക്കെ മേടിക്കുന്നതെന്നും എല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടെൻറ്റ് കാണാം ഇനി. അപ്പോൾ ഇതൊരു കുഞ്ഞ ടെൻറ്റാണ്, ഒരു 1 ബെഡ്റൂം ടെൻറ്റ്, ഒരു കപ്പിൾസിനൊക്കെ ഉള്ളത്. കണ്ട ഒറ്റ ബെഡ്, വേറെ പിന്നെ ഒന്നിനും സ്ഥലമില്ല. ഇവിടെ ഒരു ചെറിയത് ഞങ്ങൾ ഫസ്റ്റ് മേടിച്ച ടെൻറ്റ് ഇങ്ങനത്തെ ആയിരുന്നു. അന്ന് ഇവർ ചെറുതായതുകൊണ്ട് ഞങ്ങൾ 4 പേര് ഇതിൻ്റെ ഉള്ള സീറ്റിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഈ ടെൻറ്റ് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ടെൻറ്റ് മാറ്റി. പിന്നെ ഇതും അതെ, ഒരു സിംഗിൾ, നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഇതിങ്ങനെ ചെറിയൊരു ബെഡ്റൂമും. ഞങ്ങൾ എനിക്ക് വന്ന ഡ്രാമ കളിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്നാ ചെറിയൊരു ഇതും. പിന്നെ ചെറിയൊരു ഇതെന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ പറയും ഇറയം, വരാന്ത ഇറയം. പിന്നെ ഇവിടെ ഉണ്ട് ഒരെണ്ണം ചെറിയൊരു ആർമി സ്റ്റൈൽ ടെൻറ്റ്. ഇതും സെയിം തന്നെയാണ്. ഇതിന് 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. എൻഡിലുണ്ട്, കാണാനുണ്ടാവും കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അറ്റത്തുണ്ട്, അവിടെ ഉണ്ട്. പിന്നെ നടുക്ക് ഒരെണ്ണുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ട് വലിയൊരു ടെൻറ്റ്. ഇത് ഇച്ചിരി വലിയ ടെൻറ്റാണ്. ഇത് ഇച്ചിരി ഭയങ്കര ലക്ഷറി ടെൻറ്റാണേ. ഇതിൻ്റെ ഉള്ളിൽ ഇതും ഒരു 2 ബെഡ്റൂം ടെൻറ്റാണ്. ഇവിടെ നല്ല ഫ്രണ്ട് യാർഡൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോർട്ടബിളാണ് കേട്ടോ. നമുക്കിത് സൂപ്പറായിട്ട് ആ പാക്കറ്റിൽ കണ്ട അത്രയ്ക്കുള്ള സൈസ് നമുക്ക് എടുത്തു കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വേറെ സിംഗിൾ ടെൻറ്റ് കപ്പിൾസിനൊക്കെ പറ്റിയത്.
അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം ടെൻറ്റുകൾ. ഇനി നമുക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് മെയിൻലി വേണ്ടത് കിച്ചൺ സെറ്റാണ്. അപ്പോൾ നമുക്ക് കിച്ചൺ സെറ്റിൻ്റെ അവിടേക്ക് പോവാം. അപ്പോൾ ഇങ്ങോട്ട് അതിന് ഒരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ട അറിയില്ലേ, കെറ്റിലിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം പോർട്ടബിളും ലൈറ്റ് വെയ്റ്റും നമുക്ക് മാക്സിമം ഒതുക്കത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സൈസിലായിരിക്കില്ല. അപ്പോൾ ഇത് കെറ്റിലാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ട പ്ലഗ് ഉള്ളത്. പക്ഷെ നമുക്കിത് കൊണ്ടുപോകണ നേരത്ത് മടക്കാറ് കണ്ടോ ഇങ്ങനെ കണ്ട. അപ്പോൾ നമുക്ക് എടുത്തു വയ്ക്കാൻ സൗകര്യത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം ആവശ്യമുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഗ്രീൻ ടീയോ ബ്ലാക്ക് കോഫിയോ ഒക്കെ കുടിക്കുന്ന ഒരു രസമുണ്ട്. പിന്നെ രാവിലെ എനിക്കിപ്പോൾ നമുക്ക് കോഫി ഇട്ട് കുടിക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയവർക്കുള്ള പൊട്ടി. അതായത് കറക്റ്റ് സാധനം ഇപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് തുറന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ നിലത്ത് വയ്ക്കുക. നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ക്ലൂ ഇത് നല്ലൊരു ഗിഫ്റ്റാണ് നമുക്ക്. കക്കത്തൂറി ആഹാ. ഇത് പക്ഷെ നമ്മൾ മേടിക്കുന്നില്ല ചേട്ടാ. ഇത് നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പറമ്പാ നല്ലെന്ന് വെറുതെ തമാശ പറഞ്ഞോട്ടോ. ഇവിടെ പറമ്പിലൊക്കെ ഇരിക്കുന്ന ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ നമ്മള് മറ്റേ അഴിയണ്ടി ഇങ്ങനെ ഇരിക്കണ്ടാവും. സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷമായി. കിട്ടിയില്ല. ഇതെല്ലാം ഡിസ്പ്ലേ ആണ്. സ്റ്റോക്ക് കഴിഞ്ഞു. ഞങ്ങൾ സെയിലിടെ നോക്കിയിരുന്ന ഐറ്റം പോയി. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച മിനി കിച്ചൺ. അപ്പോൾ ഇതുമായിരിക്കും സ്റ്റൗ വെക്കാം. അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യേണ്ട സ്പൈസസ് വെക്കാനും പാത്രങ്ങൾ വെക്കാനും കുറച്ച് കട്ട്ലറീസ് വെക്കാനും പിന്നെ കുഞ്ഞൊരു സ്റ്റോറേജ്. ഇത്രയും മതി. നമുക്ക് ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് ആണ് ഇവിടെ. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മൾ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇത് കാണുന്ന നോക്കണ്ടോ. ഇതൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ നേരത്തെ കാണിച്ചില്ല സംഭവം. പക്ഷെ ഇതിനും കൂടി കുറച്ചും കൂടി സൈസുള്ള കുറച്ച് വലിയൊരു ബോക്സിലാണ് കിട്ടാട്ടോ. കൊണ്ടുപോകാൻ സൗകര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടേബിളും ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചത് ഇത്ര വീതിയിൽ കാറിൽ സുഖമായിട്ട് കയറ്റി വയ്ക്കാൻ പറ്റും. അതുപോലത്തെ തന്നെയാണ് അടിയിൽ സ്റ്റോറേജ് ഉള്ളത്. അതെല്ലാം ഫോൾഡബിൾ ആണ്. കണ്ട ഈ ടേബിൾ ഇത്രയും വരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ക്യാമ്പിങ് ചെയർസ് ആണ്. നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ടൈപ്പ് ചെയർസ് ആണ് ഇത് മുഴുവൻ കൊടുക്കുന്നത്. ഞങ്ങൾ മേടിക്കുന്നില്ല. അങ്ങനെ ഇത്ര റിലാക്സ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിലും ഒരു 2 ചെയർ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ മോഡലുള്ള 2 ചെയർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചിട്ടാ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായത് പോർട്ടബിൾ ഫ്രിഡ്ജാണ്. ഒരു കുഞ്ഞേ ഫ്രീസറും ചെറിയ ഫ്രിഡ്ജും. ഇതൊന്നും ഞങ്ങൾ മേടിക്കില്ല. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല, കുറേ പേര് ഇതൊക്കെ ഉണ്ടാവും ഒരു സെറ്റപ്പിൽ. പിന്നെ ഇപ്പുറത്ത് ഇതെന്തോ ഇതും ഫ്രീസർ തന്നെയാണ്. പിന്നെ നേരെ ഇപ്പുറത്ത് ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് കൂളർ ബാഗ്. കട പോണ പറഞ്ഞ് ഗോയിങ് ടു ഇന്ത്യ. അത് ഇത് കണ്ടില്ല എല്ലാവരും. ഇതും ഞങ്ങൾ മേടിക്കണില്ല. നിങ്ങൾക്ക് ചുമ്മാ കാണിച്ചില്ല. മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒന്നും മേടിക്കണില്ല. ഞങ്ങൾക്കുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടിയില്ല. വേറെ കട പോകേണ്ടി വരും. അപ്പോൾ വീണ്ടും ഹായ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്താ വീണ്ടും ഹായ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് കടയിൽ നിന്ന് മാറി. അതെ, ഞങ്ങള് ആക്രാന്തം കാരണം സെയിൽ വരുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കും. സെയിൽ വരുന്ന ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ ഓഫർ കിട്ടിയിട്ട് സാധനങ്ങൾ മേടിക്കുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു. തീർന്നു പോയി. പഴയ കടയിൽ ഞങ്ങൾ പോയില്ലേ. കുറച്ച് സാധനങ്ങൾ കാണിച്ചു തന്നില്ല. അതിൽ ചിലതൊന്നും കിട്ടിയിട്ടില്ല, ചിലത് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ കടയിലേക്ക് പോകുന്നേക്കാണ് ഇപ്രാവശ്യം. അപ്പോൾ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച് ഈ കടയിലേക്ക് വന്ന് സാധനങ്ങൾ കാണിച്ചു. ഇവിടെ ഓടി നടക്കാൻ സമയമില്ല. തിരക്കിലാണ്. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകണം എന്നിട്ടാ നമ്മൾ കൂളർ ബോക്സ് ആണ് എടുക്കാൻ പോണേ. കൂളർ ബോക്സ് അപ്പോൾ ഒരെണ്ണം മതി ഇവിടെ നമുക്ക്. ഇതിന്റെ 5-10 എടുത്തല്ല. ഇതിന്റെ ഉള്ളിൽ കാണിച്ചെടുത്ത പോലീസ് തന്നെ. അപ്പോൾ ഇതിന്റെ അടിയിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റേ ഐസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ടോപ്പിൽ നമുക്ക് എന്തെങ്കിലും വെക്കാം കേട്ടോ. അതൊരു സെറ്റപ്പ്. കാരണം നമുക്ക് ഡ്രൈവ് ഒരു 2 hour ഉണ്ട്. അപ്പോൾ നമ്മൾ മീറ്റൊക്കെ കൊണ്ടുണ്ടെങ്കിൽ കേടാവാണ്ട് അവിടെ എത്തണം. എനിക്കൊരു റെഡ് കൊട്ട കിട്ടി ഗൈസ്. അത് ക്യാമ്പിങ്ങിനുള്ളതല്ല, അത് എനിക്ക് ചുമ്മാ റെഡ് കളർ കണ്ടപ്പോൾ മേടിച്ചതാ. പിന്നെ നമുക്ക്
I'm playing something in here. പിന്നെ നമുക്ക് അപ്പുറത്തെ അല്ല ഇത് നമുക്ക് കിച്ചൺ ഞങ്ങള് മിനി കിച്ചൺ ഞങ്ങൾ അവിടെ കാണിച്ചു തന്നായിരുന്നു പഴയ കടയിൽ. പക്ഷെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായില്ലേ, ഞങ്ങള് ചമ്മി പോന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ അധികം സ്റ്റോക്കുകളൊന്നും ഇല്ല, അല്ല അധികം മോഡലുകളില്ല. ആകെ ഒരൊറ്റ മോഡലുള്ളൂ, 2 പാക്കുള്ളൂ. നമ്മള് ആ മോഡൽ എന്തായാലും നമുക്ക് നാളെ പോകണ്ടല്ലോ. അപ്പൊ നമുക്ക് പക്ഷെ പഴയ കടയിലായിരുന്നു വില കുറവ്, ഇവിടെ നല്ല വിലയുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോ ഇതില് കാണുമ്പോ അറിയാം, ഇതാണ് ഇതിന്റെ ഷേപ്പ്. പിക്ചർ സൂം ഇനി നമ്മൾ അവിടെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെയാണ് ഷേപ്പ്. നമ്മളപ്പോ ഇവിടെ ആയിരിക്കും കുക്ക് ചെയ്യും, ഇവിടെയൊക്കെയാണ് സാധനങ്ങൾ എടുത്തേക്കാണ് സ്റ്റോറേജ്. നമുക്കിവിടെ ക്യാമറ പറട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത്രയധികം സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. ഞങ്ങള് എല്ലാ സാധനം ജഗമവസ്തുക്കളായിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ പണ്ട് ആദ്യം തൊട്ട് പോയിരുന്നപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഇതും കൂടിയും കയറി. ഇതൊക്കെ ഫിറ്റ് ആവുമെന്ന് വിചാരിക്കും നമ്മുടെ കാറിനുള്ളിലല്ല, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മടിയിലും തലയിലൊക്കെ വെച്ച് കൊടുക്കും ഞാൻ ഓരോന്ന് മേടിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇത് വണ്ടിയിൽ കൊള്ളു. പക്ഷെ ഇപ്രാവശ്യം മച്ച് ബെറ്റർ ആയിരിക്കും. മുന്നേ നമ്മള് വീട്ടിൽ നിന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് പോകുമ്പോഴില്ലേ എന്റെ മടിയിലുണ്ടാവും ഒരു കൊട്ട, ഫുഡിന്റെ കൊട്ട. പിള്ളേർക്ക് കാല് വെക്കാൻ സ്ഥലമെടുത്ത് ഇഞ്ചിനൊക്കെ കാല് വെച്ചിരിക്കാറ്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഈ പ്രാവശ്യം എല്ലാം ഒതുങ്ങുന്നു വിചാരിക്കും. എന്തായാലും ഞങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. പിന്നെ കാണിച്ചെല്ലാം നമ്മൾ അവിടെ ചെല്ലുന്നിട്ട് എല്ലാം ഫിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതും കൂടി കാണാം. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടാ, നമ്മള് വീട്ടിലൊക്കെ എത്തി പാക്ക് ചെയ്ത് എന്നൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ തിക്കും തിരക്കടിച്ച് ഇവിടെ എത്തി സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ഈ ടെന്റ് അടിക്കുന്നതിന്റെ തൊട്ട് ഇപ്പുറത്തന്നെ ചെറിയൊരു ടെന്റ് അടിക്കും. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കാണിച്ചു തരാട്ടാ. അപ്പൊ ഇത് ഞങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കൂളർ ബാഗ് ഇതാണ് ഞങ്ങളുടെ ഇരിക്കുന്ന ടെന്റ്. ഇതാണ് ഞങ്ങളുടെ ടെന്റ്. ഞങ്ങള് കോവിഡ് ആയതിനു ശേഷം നമ്മൾ ഒരു വട്ടം വന്നിട്ടില്ല, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറെ നാൾ വീണ്ടും അടിക്കാൻ പോവാണ്. പിന്നെ ഇത് കൂളർ ബാഗിനുള്ളിൽ ഫുഡ് സാധനങ്ങൾ ഞങ്ങൾ ഐസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ തണവ് ഇരിക്കേണ്ട സാധനങ്ങളൊക്കെ. അപ്പൊ അത് ടെന്റ്. ഇതാണ് നമ്മുടെ ബെഡ്. ഇതാണ് നമ്മുടെ ബെഡ്. ഇത് ഫ്രൂട്ട്സ് ഇടാനുള്ള കൊട്ട. പിന്നെ നമ്മുടെ ഇതിങ്ങനെ ചുരുട്ടാൻ പറ്റുന്നതാണ്. ഇത് കൊളാപ്സിബിൾ ബാഗ് ആണ്. ഇതിനകത്ത് ഇങ്ങോട്ട് വന്ന കുഞ്ഞുസേ നമ്മൾ അത്യാവശ്യം ഇൻസുലേറ്റഡ് ബാഗ് ആണ്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ ടെന്റിന്റെ ഉള്ളിലേക്ക് ആവശ്യമുള്ള ലൈറ്റ്. ഇത് നമ്മള് കെറ്റില് കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ കൊളാപ്സ് ചെയ്യാൻ പറ്റുന്ന കെറ്റില്. പിന്നെ ഇത് നമുക്ക് അത്യാവശ്യമാണ്, കാരണം റീചാർജബിൾ റീചാർജ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ആണ്. കണക്ഷൻ ഉള്ളതല്ല, ഇലക്ട്രിസിറ്റി കിട്ടും. അത് ആ സൈഡിൽ കണ്ടത് അതാണ് കറന്റ് കണക്ഷൻ കിട്ടും. പക്ഷെ നമുക്ക് ലൈറ്റ് ഒക്കെ നമ്മൾ കൊണ്ടുവരണം. പിന്നെ ഇത് ടേബിളും ചെയർ ഇങ്ങനെ ബെഞ്ച് പോലത്തെയാണ്. അത് ഞങ്ങൾ ഇടുമ്പോ കാണിച്ചു തരാട്ടാ. ഇത് പിക്നിക് മാറ്റാണ്, ഇത് ഇരിച്ചിരിക്കാനുള്ള മാറ്റ്. ഇത് നമ്മുടെ കട്ട്ലറി സെറ്റ്. ഇപ്പുറത്തേക്ക് വെക്കും കൂട്ടാ, ഫ്രണ്ട് അങ്ങോട്ട് വെക്കും. ആഭരണ പെട്ടി. ഇതിനകത്ത് കണ്ട 4 ആൾക്കാർക്കുള്ള ഫുള്ള് കട്ട്ലറി സെറ്റ്, പാത്രം, കപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഒരു ടവൽ സെറ്റ്. പിന്നെ ഇത് ഞങ്ങൾ ആ കടയിൽ നിന്ന് മേടിച്ചിങ്ങനെ കൊളാപ്സിബിൾ, നമുക്ക് നിവർത്താൻ പറ്റണ കണ്ടെയ്നർ. അപ്പൊ ഇതാണ് അത്. ഇതൊക്കെയാണ്. ഇത് പെട്ടി കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ. ഇത് ഞങ്ങള് വേറൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാ. ഇത് പിള്ളേരുടെ സ്ലീപ്പിംഗ് ബാഗ്. ഇത് നിവർത്തുമ്പോ കാണിച്ചു തരാട്ടോ, അവർക്ക് രാത്രി സെറ്റ് ചെയ്യുമ്പോ കാണിച്ചു തരാം. അപ്പൊ അത് ബ്ലൂ ഉണ്ണിക്കുട്ടന്റെ, പിങ്ക് കുഞ്ഞൂസിന്റെ ക്യാമ്പിംഗ് ചെയർസ്. അങ്ങനെ തന്നെ ബൗള് കണ്ടോ, നമുക്ക് ഇങ്ങനെ നിവർത്താം. അതിന് ആവശ്യം കഴിഞ്ഞ് അടയ്ക്കാം. ഇങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് മാക്സിമം സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ഇത് കണ്ട, ഇത് സോസ് പാൻ ആണ്, പക്ഷെ ഇത്ര സൈസിൽ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിനർ, ഇതുപോലെ തന്നെ
അല്ല മാർക്കറ്റില് മറ്റേ അവസാനം മറ്റേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് മറ്റേ ജഗതി പറയുന്ന പോലെ എല്ലാം കഴിയുമ്പോ ലേലം വിളിച്ചിട്ട് പോവാ. ഞങ്ങളിത് എല്ലാവർക്കും കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങള് ടെന്റ് അടിക്കാൻ പോകണം. ഇവിടെ ഓൾറെഡി ഞങ്ങൾ നേരം വയ്ക്കി ബാക്കി എല്ലാവരും ഇവിടെ വന്നിട്ട് അപ്പുറത്തൊക്കെ ഡിന്നർ വരെ കഴിഞ്ഞു. അവർക്ക് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളിത് വേഗം ടെന്റ് അടിക്കാൻ പോവാണ്. അപ്പൊ ഇനി ടെന്റ് അടിക്കല് ഞങ്ങൾ 2 days ഇവിടെ സ്പെൻഡ് ചെയ്യുന്നൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പൊ ഇപ്പത്തേക്ക് ഞങ്ങൾ ഈ വ്ളോഗ് നിർത്താണ്. ഇവിടെ 2 ദിവസം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് എന്താവോ എന്തിനൊന്നും ഒരു പിടുത്തമില്ല. എന്തിനായാലും കാണിച്ചു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഇതിവിടെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയ ക്രീക്ക് ഉണ്ട് ഞങ്ങൾ ടെന്റ് അടിക്കുന്ന പോകില്ല. ഞങ്ങള് പിക്ചറൊക്കെ കാണുമ്പോ ഭയങ്കര വലുതാവും ചേച്ചി. ഇവിടെ നമ്മൾ ചമ്മിപ്പോയി കുഞ്ഞൊരു ക്രീക്കാ. പക്ഷെ നല്ലൊരു കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇങ്ങനെ കളകള ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തരാം. കളകള നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. കൊണ്ടാ